ഫോട്ടോഷോപ്പ് ബീറ്റയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഡൈനാമിക് ടെക്സ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ മാജിക് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഫീച്ചർ. ആ ഒരു ഫീച്ചർ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി ചാനൽ കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ടെക്സ്റ്റിനെ റീസൈസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു റീസൈസ് ചെയ്യുന്ന ഷേപ്പിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് റീസൈസ് ആക്കുകയും ആ ഒരു ബൗണ്ടിങ് ബോക്സിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആവുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ ഡൈനാമിക് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് കാണാം. ഈ ഒരു സെൻറ്റൻസ് എനിക്കൊരു 3 ലൈനുകളിലായിട്ട് എഴുതണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഏത് വേർഡാണോ നമുക്ക് താഴേക്ക് വരേണ്ടത് ആ വേർഡിന് തൊട്ട് മുമ്പ് നമ്മൾ കഴ്സർ പ്ലേസ് ചെയ്യും. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യും. ആ സമയത്ത് ആ ഒരു വേർഡ് അടുത്ത ലൈനിലേക്ക് പോകും. ഇനി വീണ്ടും ഏത് വേർഡാണോ നമുക്ക് വീണ്ടും താഴേക്ക് പോകേണ്ടത് അതിന് തൊട്ട് മുമ്പിൽ നമ്മൾ കഴ്സർ പ്ലേസ് ചെയ്യും. അതിനുശേഷം വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വേർഡും നമുക്ക് താഴെ അടുത്ത ഒരു ലൈനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി ഈ ഒരു ടെക്സ്റ്റുകളെ നമുക്ക് ഈ ഒരു ലൈനിലേക്ക് അറേഞ്ച് ചെയ്യണം എന്ന് കരുതുക. ഇപ്പോൾ ഈ ഒരു കോഫി എന്ന് പറയുന്ന ഈ ഒരു വേർഡ് നമുക്ക് കുറച്ച് അകത്തേക്ക് കയറിയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു വേർഡിനെ കൂടെ നമുക്ക് ഈ ഒരു ലെങ്തിലേക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡിൻ്റെ ലെങ്തിലേക്ക് നമുക്ക് കൊണ്ടുവരണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ ഒരു കോഫി എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ ഫോണ്ട് സൈസ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച് നമുക്കിങ്ങനെ ആ ഒരു ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഒരുപാട് ടൈം എടുത്തിട്ടാണ് അത് ചെയ്യുക. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഡൈനാമിക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമുക്കത് വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നോക്കാം. ഒറ്റ ലൈനിലാണ് ഇരിക്കുന്നത്. ഇതിനെ എനിക്ക് ഡൈനാമിക് ടെക്സ്റ്റ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു പുതിയ ബട്ടൺ വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ബട്ടനാണ് നമുക്ക് ഡൈനാമിക് ടെക്സ്റ്റ് ആക്കുന്നതിനുള്ള ബട്ടൺ, അല്ലെന്നുണ്ടെങ്കിൽ മാജിക് ടെക്സ്റ്റ് എന്ന് നമുക്ക് പറയാം. അത് ടാക്സ് ബാറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലെയർ പാനലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സെൻറ്റൻസ് ലെയർ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ അത് ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലെയറിലാണ് കിടക്കുന്നത്. അതിനെ നമ്മൾ ഡൈനാമിക് ടെക്സ്റ്റായിട്ട് മാറ്റുന്നതിന് ഈ ഒരു ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ടീയുടെ കൂടെ ആ ഒരു ഡൈനാമിക് ടെക്സ്റ്റിൻ്റെ സിമ്പലും കൂടെ വന്നിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ അത് ഡൈനാമിക് ടെക്സ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളതിനെ റീസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് സൈസിലേക്കാണോ അത് റീസൈസ് ചെയ്യുന്നത് നോക്കുക. ആ ഒരു സൈസിലേക്ക് ആ ടെക്സ്റ്റ് ഫിറ്റ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നോക്കുക, എൻജോയ് ദി കോഫി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഒറ്റ ലൈനിലുണ്ടായിരുന്ന ആ ഒരു സെൻറ്റൻസ് ഇപ്പോൾ ഒരു 3 ലൈനിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ലെഫ്റ്റ് അലൈൻമെൻറ്റും റൈറ്റ് അലൈൻമെൻറ്റും ഒക്കെ കൃത്യമാക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഏത് ഷേപ്പിലേക്ക് നിങ്ങൾ മാറ്റുന്നോ ആ ഷേപ്പിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ സ്പേസിംഗ് ഒക്കെ കൃത്യമാക്കിക്കൊണ്ട് നമ്മുടെ ആ ഒരു ബൗണ്ടിങ് ബോക്സിൽ കൃത്യമായിട്ട് ഫിറ്റായി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡൈനാമിക് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫീച്ചർ ഇപ്പോൾ ഫോട്ടോഷോപ്പ് ബീറ്റയിലാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് വേണ്ട ഫോർമാറ്റിങ്ങുകളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഈ ഒരു കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേർഡിൻ്റെ ഫോണ്ട് എനിക്കൊന്ന് മാറ്റണം എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഫോണ്ടാണോ മാറ്റേണ്ടത് ആ ഒരു ഫോണ്ടിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോണ്ട് നമുക്ക് മാറ്റാം. അതുപോലെ എൻജോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേർഡിൻ്റെ കളറ് എനിക്കൊന്ന് മാറ്റണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ എന്ത് ഫോർമാറ്റിങ്ങുകളും നിങ്ങൾക്കിവിടെ ചെയ്യാനായിട്ട് സാധിക്കും. പ്രോപ്പർട്ടീസ് ബാറിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്കിയുള്ള ആ ഒരു സെറ്റിങ്സുകൾ ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫോണ്ട് സൈസ് ഇവിടെ വലുതാക്കാം. അതുപോലെ തന്നെ ലൈൻ്റെ സ്പേസിങ് മാത്രം നമുക്ക് ഡൈനാമിക് ടെക്സ്റ്റിൽ വർക്ക് ചെയ്യത്തില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്ക് 2 വേർഡുകൾ തമ്മിൽ അകലം വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു അകലം നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കേണിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ലെറ്റേഴ്സ് തമ്മിലുള്ള അകലത്തെയാണ് കേണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലെറ്റേഴ്സ് തമ്മിലുള്ള അകലം നമുക്കിവിടെ ക്രമീകരിക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാനൊരു 50 കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കാം, ഞാനൊരു 100 കൊടുക്കാൻ പോവാണ്. നോക്കുക, അവിടെ ആ ഒരു അകലം കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സുകൾ തമ്മിലുള്ള അകലം ഇപ്പം ഞാൻ ഈ ഒരു എല്ലാ വേർഡുകളും സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ എൻ്റെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള അകലം എനിക്കൊന്ന് ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ഫോർമാറ്റിംഗ് സെറ്റിങ്സുകൾ നമുക്ക് ഇവിടുന്ന് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൈനാമിക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ
മാത്രം കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചിട്ടും നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനെ ഡൈനാമിക് ടെക്സ്റ്റ് ആക്കുന്നതിനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത സമയത്ത് നമ്മുടെ സെൻറ്റൻസ് എങ്ങനെയാണ് വരുന്നത് ആ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലെയർ പാനലിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവിടെ നമ്മുടെ ടെക്സ്റ്റ് ഡൈനാമിക് ടെക്സ്റ്റ് അല്ല, നോർമൽ ടെക്സ്റ്റാണ്. ആ ഒരു നോർമൽ ടെക്സ്റ്റിനെ നമുക്ക് 3 രീതിയിൽ ഡൈനാമിക് ടെക്സ്റ്റ് ആക്കുന്നതിനായിട്ട് സാധിക്കും. ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് ബാറിൽ നിന്ന് ജസ്റ്റ് ഈ ഒരു ടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ മാജിക് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഡൈനാമിക് ടെക്സ്റ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീസ് പാനലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡൈനാമിക് സെക്ഷൻ, അതായത് ഡൈനാമിക് ടെക്സ്റ്റിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റിനെ നമുക്ക് ഡൈനാമിക് ടെക്സ്റ്റായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലെയർ പാനലിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെൻറ്റൻസിനെ ഡൈനാമിക് ടെക്സ്റ്റാക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് ലെയറാണോ ആ ലെയറിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. കൺവേർട്ട് ടു ഡൈനാമിക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ഈ ഒരു കൺവേർട്ട് ടു ഡൈനാമിക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് അതിനെ ഡൈനാമിക് ടെക്സ്റ്റായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. നോക്കുക, ആ ഒരു ഐക്കൺ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റിനെ ഡൈനാമിക് ടെക്സ്റ്റ് ആക്കി മാറ്റുന്നതിനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾ ഇതിനെ റീസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഏത് സൈസിലേക്ക് വേണമെങ്കിലും നമ്മൾ കൊണ്ടുപോകുന്ന ആ ഒരു ബൗണ്ടിങ് ബോക്സ് ഏത് ഷേപ്പിലാണോ വരുന്നത് ആ ഷേപ്പിലേക്ക് അത് ഫിറ്റ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു വേർഡുകൾ തമ്മിലുള്ള അകലം നിങ്ങൾക്ക് ഇവിടെ ഡൈനാമിക് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് 2 ഓപ്ഷനുകൾ കാണാനായിട്ട് സാധിക്കും. ഒന്ന് സ്പേസിംഗ് ബിറ്റ്വീൻ വേർഡ്സ്, അതായത് ഈ ഒരു ബൗണ്ടിങ് ബോക്സിലുള്ള വേർഡ്സുകൾ തമ്മിലുള്ള അകലം സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ 100%ലാണ് കിടക്കുന്നത്, അത് ഞാനൊരു 150%ലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ്. ഞാൻ ക്ലിക്ക് ചെയ്തു. ആ സമയത്ത് നിങ്ങൾ നോക്കുക, അതൊരു 150%ലേക്ക് നമുക്ക് ആ ഒരു വേർഡുകൾ തമ്മിലുള്ള അകലം അത് ക്രമീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വേർഡുകൾ തമ്മിലുള്ള അകലം നിങ്ങൾക്ക് ഇവിടെ ക്രമീകരിക്കാം. ഇവിടെ ഈ ഒരു ഡ്രോപ്പ് ഡൗണിൽ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു ഐക്കൺ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു വേർഡുകൾ തമ്മിലുള്ള അകലം ക്രമീകരിക്കുന്നതിനായിട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു ഐക്കണിൽ നമ്മൾ മൗസ് കൊണ്ടിരുന്ന സമയത്ത് 2 ആരോസ് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ ആരോസ് വരുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അകലം കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ റൈറ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അകലം കൂട്ടുന്നതിനും സാധിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ വേർഡുകൾ തമ്മിലുള്ള അകലം അവിടെ ക്രമീകരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ലൈനുകൾ തമ്മിലുള്ള അകലം ക്രമീകരിക്കുന്നതിനായിട്ട് ഉള്ള ബട്ടനാണ് ഈ ഒരു ബട്ടൺ. അവിടെ നമ്മൾ ചെയ്യുന്നത് ലൈനുകൾ തമ്മിലുള്ള ആ ഒരു സ്പേസിംഗ് ആണ് അവിടെ അറേഞ്ച് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ബട്ടണിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ ലൈനുകൾ തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ബട്ടൺ റൈറ്റ് സൈഡിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ലൈനുകൾ തമ്മിലുള്ള അകലം ഇൻക്രീസ് ചെയ്യുന്നതിനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്കിവിടെ ക്ലിക്ക് ചെയ്തും സെലക്ട് ചെയ്തും നിങ്ങൾക്ക് ആ ഒരു സെറ്റിങ്സ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ലൈനിൻ്റെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസ് ലൈൻ ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട്. ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലൈനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അതിൻ്റെ പൊസിഷൻ. ഇപ്പോൾ ഈ ഒരു കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേർഡിൻ്റെ പൊസിഷൻ എനിക്കൊന്ന് മാറ്റണം എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് ലൈൻ ഷിഫ്റ്റ് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കുക, അതിൻ്റെ ആ ഒരു പൊസിഷൻ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ലെഫ്റ്റിലേക്ക് നിങ്ങൾ കർസർ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൊസിഷൻ താഴേക്കായിരിക്കും മാറുക. അതുപോലെ തന്നെ റൈറ്റിലേക്ക് നിങ്ങൾ കർസർ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൊസിഷൻ നമുക്ക് മുകളിലേക്ക് ആക്കുന്നതിനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഈ ഒരു ബൗണ്ടിങ് ബോക്സ് സെലക്ട് ചെയ്ത് കിടക്കുന്ന സമയത്ത് തന്നെ അതിനെ മൂവ് ചെയ്യണം എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസിൽ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിക്കുക, മാക്കിലാണെന്നുണ്ടെങ്കിൽ കമാൻഡ് കീ പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നിങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഏത് പൊസിഷനിലേക്ക് വേണമെന്നുണ്ടെങ്കിലും മൂവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ ഇവിടെ ഇത് ഒന്ന് മൂവ് ചെയ്ത് വെച്ചു. അതിനുശേഷം എനിക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഈ ഒരു വേർഡ് എനിക്ക് ഈ ഒരു കോഫി കപ്പിന് താഴെയായിട്ട് പ്ലേസ് ചെയ്യണം എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു വേർഡ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടുന്ന് നിങ്ങൾക്ക് ആ ഒരു ഷിഫ്റ്റ്, അതിൻ്റെ ലൈൻ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കുക, ഞാൻ അതിൻ്റെ ലൈൻ ഷിഫ്റ്റ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫോണ്ട് മാറ്റുമോ കളർ മാറ്റുമോ ഒക്കെ നിങ്ങൾക്ക് സാധാരണ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഡൈനാമിക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫീച്ചർ. ഇതിപ്പോൾ ഫോട്ടോഷോപ്പ് ബീറ്റയിലാണ്. ഇത് താമസിയാതെ തന്നെ നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ ഒറിജിനൽ വേർഷനിലേക്ക് അപ്ഡേറ്റ് ആകുന്നതാണ്. ആദ്യമായി ചാനൽ കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന
ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.